സാജു പോലെ നമ്മളൊരു പേര് ഇപ്പം ആരെയും വിളിക്കാറുണ്ടോ? വളരെ വിരളമല്ലേ ഉള്ളൂ. ഈ പാഷാണം ചേട്ടാന്ന് വിളിക്കുള്ളൂ, പാഷാണം വിളിക്കുള്ളൂ അല്ലേ? പിന്നെ അല്ല ഞാൻ തന്നെ തിരിഞ്ഞു നോക്കൂല സാജു എന്ന് വിളിച്ചത് അല്ലേ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുത്തക്കേട് നിങ്ങൾ ഒപ്പിച്ചാൽ ദേഷ്യപ്പെട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് വൈക എന്തായി പറഞ്ഞു വൈക എന്ന് ചോദിച്ചാൽ അപ്പത്തിരുന്ന് എനിക്ക് അന്നേരം തോന്നുന്ന പേരാ സ്റ്റെല്ല വൈക സോഫ്റ്റ് ആവും ശരിക്കും. പണ്ട് പ്രേമിച്ച പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കും. സത്യം പറയാല അന്ന് മോഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ പാസ് മാർക്ക് തികഞ്ഞില്ലെങ്കിൽ ഇവര് ധർമ്മം കൊടുക്കും മാർക്ക്, മേഴ്സി മാർക്ക്. അതില്ലായിരുന്നു ഞാനൊക്കെ 10 തോറ്റേന്. പക്ഷെ പ്രീ ഡിഗ്രിക്ക് എല്ലാത്തിനും ആയിരുന്നു, എല്ലാ എക്സാമിനും ആബ്സെന്റിന്റെ ആയിരുന്നു. ഒറ്റ പരീക്ഷ എഴുതിയില്ല. ഞാൻ എൻ്റെ പയ്യനോടും പറയും വണ്ടിക്കാശ് പോലും മേടിക്കണ്ടെന്ന് പറയും. പൈസ ഒന്നും നമുക്ക് തരില്ല ഉദ്ഘാടനത്തിന് പോയാൽ. അപ്പൊ അവരാകെ പൈസ അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളുടെ എന്ത് ബഡ്ജറ്റ് ഉണ്ട് അങ്ങനെ അത് തരും. കൂടി വന്നാൽ 30,000 രൂപ 10 15 അങ്ങനെയൊക്കെ. അപ്പോൾ ആ സ്ഥാപനം തുടങ്ങുന്ന സമയമാകുമ്പോൾ അവർ അട്ടപ്പടലം പൊട്ടിയിരിക്കും. തീർച്ചയായിട്ടും. അല്ലെ പിന്നെ വലിയ കോർപ്പറേറ്റ്സ് എന്തെങ്കിലും ആണെങ്കിൽ അല്ല ജുവലറി ഒക്കെയാണ് നമ്മളെ വിളിക്കൂല്ലല്ലോ. ജുവലറി എന്ന് പറയുമ്പോഴത്തേക്ക് വാഷാം ഷാജിന് ജുവലറി കൊണ്ടുവന്നിട്ട് ആര് കാണാൻ. സാജിച്ചേട്ടനെ അല്ലെങ്കിൽ ഒരു പാഷാണം ഷാജി എന്നറിയപ്പെടുന്ന സാജിച്ചേട്ടൻ ഇപ്പം എല്ലാവർക്കും ഇപ്പം അറിയാം. അല്ലെ സാജിച്ചേട്ടൻ്റെ ക്യാരക്ടർ ആസ് പേഴ്സണൽ ക്യാരക്ടർ അല്ല ഞാൻ പറഞ്ഞത്, മൂവിയിലും അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ എങ്ങനെ ഇടപെടുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന രീതി, ആ ഒരു സന്തോഷമായിട്ടുള്ള വെൽക്കം ചെയ്യുന്ന രീതി, അതിലൊക്കെ ഉപരി ആസ് എ വ്യക്തി, ഒരു പേഴ്സണലി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആൾക്കാർ സാജിച്ചേട്ടൻ്റെ ഇന്ന ക്വാളിറ്റി ഒന്ന് അറിയണം എന്ന് തോന്നിയ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ഏതായിരിക്കും ചേച്ചിക്ക് പറയാം? ക്വാളിറ്റി ഇല്ല എനിക്ക്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിപ്പോ ഓരോരുത്തര് പല സഹായങ്ങളും കൊണ്ട് തന്നെ പലരും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊരു ഇത് പറയാനായിട്ടില്ല. എടുത്ത് പറയാനുള്ളൊരു ക്വാളിറ്റി പറയാം, എന്നെ കണ്ട് പഠിക്കണമെന്നും. ക്രിക്കറ്റ് കളി ഒഴിച്ച് ബാക്കി പഠിച്ചു, ബാക്കി എല്ലാം ഓക്കെ ആണല്ലേ. അതിപ്പോൾ ചിലർ പറയുമല്ലോ ചെറിയ കാര്യത്തിന് ചിലപ്പോൾ ദേഷ്യപ്പെടുന്നവരായിരിക്കും. ഇപ്പം കപ്പിൾസിൻ്റെ ഇടയിൽ തന്നെ ഒരാൾ ചിലപ്പം കുഴപ്പമില്ല, അതിനെ ഒന്ന് മാനേജ് ചെയ്യും, ആദ്യം ഒന്ന് മിണ്ടുന്ന ഒരാളായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ആ പ്രോബ്ലങ്ങൾ തീരുന്നതും എല്ലാം ഹാപ്പി ആവുന്നതും ആഗ്രഹിച്ചത് മേടിച്ച് എന്തും ആയിക്കോട്ടെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കാം ഒരു പേഴ്സണൽ ആസ് എ വ്യക്തി? ദൈവമേ ഇത്രയും ക്വാളിറ്റി എന്നിട്ട് ഒരെണ്ണം പോലും ഓർമ്മയില്ലേ? എന്താണ് പ്രശ്നക്കാരൊന്നും അല്ലല്ലോ, പ്രശ്നക്കാരുണ്ട് ഭയങ്കര അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊന്നുമില്ല. ഇതുപോലെ തന്നെ ഈ ചപ്പളാന്ന് അങ്ങനെ പറഞ്ഞ് നടക്കും. എനിക്കും ദേഷ്യം വരില്ല, ഞാൻ ചിരിക്കും എപ്പോഴേക്കും. ചേട്ടാ എന്തെങ്കിലും വഴക്കിട്ടാൽ തന്നെ എന്റെ പുറകെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചില സമയത്തൊക്കെ ദേഷ്യപ്പെട്ട് രാവിലെയൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുത്തക്കേട് നിങ്ങൾ ഒപ്പിച്ചാൽ ദേഷ്യപ്പെട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് വൈക എന്തായി പറഞ്ഞു വൈക എന്ന് ചോദിച്ചാൽ അപ്പത്തിരുന്ന് എനിക്ക് അന്നേരം തോന്നുന്ന പേരാ സ്റ്റെല്ല വൈക. അപ്പൊ സോഫ്റ്റ് ആവും ശരിക്കും. അത് പണ്ട് പ്രേമിച്ച പെണ്ണുങ്ങൾ ആരെങ്കിലും ആയിരിക്കും. ഞാൻ പറയണ അങ്ങനെയാ. എന്താ ക്ലാര, പിന്നെ മെറീന, അങ്ങനെ കൊറേ പേരുണ്ട്. ഇതൊക്കെ സ്റ്റെല്ല കുര്യൻ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ചിരിക്കും. അങ്ങനെ വഴക്കുകളൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളു. അത് വഴക്ക് കിട്ടാന്ന് പിന്നെ വഴക്കിട്ട വിപ്ലവമാണ് ഞാൻ. ആണല്ലേ? വഴക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ആളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ദേഹത്ത് ഉപദ്രവിക്കൂല, അതെ തെറിയോ തോന്നിയ ദിവസം പറയൂല. പിന്നെ ഞാനിത് എങ്ങനെ തീർക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിലിട്ടാണ് ഇതൊക്കെ തീർക്കുന്നത്. ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഒരു തെറി മോശമായിട്ടില്ല, ഞാൻ ഒന്നും പറയില്ല. പക്ഷേ അനുഭവിക്കുന്ന എന്റെ ദേഷ്യം വരുമ്പോ രശ്മിന്ന് വിളിക്കും. അങ്ങനെ വിളിക്കലില്ലെന്ന് തോന്നുന്നു. പെണ്ണെന്ന് വിളിക്കുള്ളൂ, എന്ന് വിളിക്കും, അല്ലാതെ പേര് വിളിക്കൂല. ഞാൻ തെറി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. പിന്നെ ഇന്നൊരാൾക്ക് പേര് ഇട്ട് ഞാൻ കേട്ട് അവിടെ മീൻ വെട്ടിക്കൊണ്ടിരുന്നത്. മറ്റേ കുഞ്ഞിന്റെ മീന് അത് മീന് ഈ പുഴമീനാ. നിങ്ങള് 2 മണിക്ക് വരുമെന്നും പറഞ്ഞു ഇത് റെഡിയാക്കണ്ടേ. ഞാൻ അപ്പുറത്തെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് ജീവനുണ്ടല്ല. അപ്പൊ ഇന്നലെ രാത്രി കൊണ്ടെന്ന് വെച്ചിട്ട് ഇതൊക്കെ പുറത്ത് ചാടിയിട്ട് ബാത്റൂമിൽ ചെല്ലുമ്പോൾ മുല്ലപ്പൂ വീണ് കിടക്കണമല്ലോ, അവിടെ ഇവിടെയൊക്കെ നടക്കുക. അപ്പം ഞാൻ ഇത് ഓരോന്ന് പൊളിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അടുത്ത ആൾ ഈ മറ്റേ ക്ലോസ്ഡ് ആണല്ലോ, അതിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ട്, അവിടെ നിന്ന്
നടന്നു വരും. അപ്പൊ ഇത് വെള്ളം തീർത്ത എനിക്കറിയാം. അപ്പൊ അടുത്തതിനെ എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യുമ്പോ അടുത്ത ആള് വരും. അപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞത് എവിടെന്നായി വന്നെ. അപ്പൊ ആങ്ങളുണ്ട് വലിയ എന്റെ ആങ്ങളെ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിനും കൂടെ ചെയ്യണത്. അപ്പൊ അവനെ കിട്ടിയപ്പോ ഒരു കൂട്ടായില്ല. അപ്പൊ രണ്ടിനും കൂടി ഇരുന്ന് മീനിനെ പൊളിച്ചോണ്ടിരിക്കുക. അപ്പൊ സൈഡ് വഴിയൊക്കെ ഇങ്ങനെ മീൻ പോരും. അപ്പൊ അത് ആ മീനിന് ഒരു ഇത് പറഞ്ഞപ്പോ ഹേ ഈ മീനിന് ഇങ്ങനത്തെ പേരുണ്ടായിരുന്നോന്ന് ചോദിച്ചു. ആ പേരിലാണ് കാര്യം. അല്ല സഹികെട്ട് ഇതിനെങ്ങനെ ക്ലീൻ ചെയ്ത് പക്ക പാടാ. ഇന്നലെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാ. ഇയാൾക്ക് കൊണ്ട് പറ്റൂല. അപ്പൊ ഞാൻ രണ്ടും കളിപ്പിച്ച് രാവിലെ തുടങ്ങി 11:30 തുടങ്ങിയിട്ട് 12 മണിയായപ്പോൾ ഞാൻ തീർന്നു. 10 മണിക്ക് തുടങ്ങിയിട്ടല്ലേ. അപ്പോഴാണ് കുറച്ചു നേരം കഴിയുമ്പോൾ ഓരോരുത്തർ ഇറങ്ങി വന്നെ അവിടെ നിന്ന്. അയ്യോ കൊള്ളാം. നാശമായിട്ടുള്ള വാക്കല്ല കേട്ടോ. അല്ല എന്നാലും ചിരിക്കാൻ പറ്റുന്ന അത് തന്നെ അത്രയല്ലേ ഉള്ളൂ. ഒറ്റക്ക് പറഞ്ഞിരിക്കുന്നു. അല്ല വേണ്ട പറയേണ്ടതല്ലേ. ഫിലിം പോപ്പുലറായി ഫിലിമിൽ വന്ന ആൾക്കാർ അറിയാൻ തുടങ്ങി. ഫേസ് റെക്കഗ്നിഷൻ വന്നു. അത് തന്നെ വലിയ കാര്യമാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 പേര് കാണുമ്പോൾ 10 പേരും പശാണശായി ചേട്ടനല്ലേ, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കഗ്നിഷനാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ അതല്ലേ ആഗ്രഹിച്ചത്. അതാണ്. നമ്മൾ പണ്ടൊക്കെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേനും ഇതുപോലെ മൊമെന്റോ അവൻ്റെ റൂമിൽ വരും. ഉണ്ണീസ് നായരല്ലേ, ഉണ്ണിയുടെ വീട്ടിൽ ഞങ്ങൾ മിക്കവാറും ചെല്ലുമ്പോൾ ഇങ്ങനെ മൊമെന്റോ ഇങ്ങനെ ഷെൽഫിലിരിക്കുമോ. ഞാൻ പറയാം ഒരെണ്ണമൊക്കെ ഇരിക്കും കിട്ടിയായിരുന്നു അടിപൊളിയായിരുന്നുള്ള ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച്. ഓക്കെ, ഇതുപോലെ നമുക്ക് തന്നേക്കുന്ന സാധനങ്ങൾ ഞങ്ങളെ വീട് മാറിയില്ല. മാറിയപ്പോഴത്തേനും അവിടെ നിന്ന് ഒരു എന്ത് വണ്ടി പെട്ടി ഓട്ടോറിക്ഷ അതിൽ ഫുള്ള് പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് ഇയാളുടെ വല്യച്ഛൻ്റെ വീട്ടിൽ കൊണ്ട് റൂമിൽ ഫുള്ള് വെച്ചേക്കുക. ഈ മൊമെന്റോസ് എല്ലാം അതുപോലെ റാപ്പ് ചെയ്ത് വെച്ചേക്കുക, ഒന്നും പറ്റാത്ത രീതിയിൽ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം നമുക്ക്. പിന്നെ 10 പേര് കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 5 പേരെങ്കിലും നമ്മളെ കണ്ട് ചിരിച്ചാൽ അത് ഏറ്റവും വലിയ സന്തോഷം. 5 പേരല്ല 10 പേരിൽ 9 പേരും നമ്മളെ, അല്ല 10 പേരും നമ്മളെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് വലിയൊരു റെക്കഗ്നിഷൻ. അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു സാജന്റെ കൂടെ തന്നെ പ്ലേ ചെയ്ത് വന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരില്ലേ. പിന്നെ ഒരുപാട് പേരുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെ. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും ആ സമയത്ത് മീഡിയ ഇല്ല, ഒന്നുമില്ലാത്ത സമയത്തായിരുന്നു അവരൊക്കെ വന്നത്. അവർക്ക് അതുകൊണ്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അങ്ങനെ പോയി വേല ജോലിക്ക് പോയ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല ആർട്ടിസ്റ്റുകൾ. ഇപ്പൊ നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല. എനിക്ക് എന്തെങ്കിലും ചെറിയ കഴിവുണ്ട്, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ വൈറലാകും. പിന്നെ അങ്ങനെ പോകുന്ന ആൾക്കാർ പോവാ ചെയ്യുന്നത്. അത് ഞാൻ ഈ സിനിമയിലൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ പോയി പെൺകുട്ടികൾ പോയിട്ട് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ല. ഇവരെന്തിനാ പോണത്? ഒരിക്കലും പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കണ്ടന്റ് ഇതുപോലെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് അത് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വിളിക്കണം, അത് കണ്ടിട്ട് വിളിക്കണം. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കസേര ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളവിടെ ചെന്നാൽ എപ്പോഴും നമ്മൾ ആ ഡോറിൻ്റെ സൈഡിൽ നിൽക്കുകയുള്ളൂ. അത് ഇതേ നമുക്കിപ്പോൾ ദൈവം തന്നേക്കണ ഒരു കഴിവാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് തലവര ഉണ്ടെങ്കിൽ നടക്കും. അത് നമ്മൾ കോലും വെച്ചിട്ട് വരക്കാൻ നടക്കൂല. അത് പിടിച്ചു മേടിക്കാൻ നടക്കൂല. അത് പിന്നെ അതിന് ഡിമാൻഡ് ചെയ്യാൻ ആൾക്കാർ വരും. ഒരിക്കലും എല്ലാം ചെയ്യുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും, ഈ എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പം. അത് കണ്ടിട്ട് നമ്മളെ വിളിക്കണം. നമ്മളെ വിളിച്ചു കൊണ്ടിരുന്നിടത്ത് നമുക്ക് വില ഉണ്ടാവുള്ളൂ. വിളിക്കാത്ത കല്യാണത്തിന് ചോറിന് നിന്ന് പുറകെ വാ, പിന്നെ തരാം, ലാസ്റ്റ് തരാം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ക്ഷണിക്കപ്പെട്ട ആളാണെങ്കിൽ വിളിച്ച് വെൽക്കം ചെയ്ത് കൊണ്ടിരുത്തി ഭക്ഷണം തരും. ആ ഒരു പവറോടുകൂടി നമുക്ക് പിന്നെ ഭയങ്കര ഒരു ഇതാണല്ലോ. അതെ. അല്ല അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമ അഭിനയിക്കാൻ പോകുമ്പോൾ എനിക്ക് സിനിമയിൽ പോകണമെന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരായിട്ടൊക്കെ പരിചയമായി. ശരിയാ, എല്ലാവരും പരിചയം, സുപരിചിതരമാണ്. മമ്മൂക്കയോടുകൂടെ ആദ്യം അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പം മമ്മൂക്ക ഇത്രയുള്ള ഡയലോഗ് എനിക്ക് ഒരു പേപ്പർ ഫുള്ള്. അപ്പോൾ മമ്മൂക്കയോട് ഡയറക്ടർ പറഞ്ഞ് ഇത് ഇക്ക പറഞ്ഞു കഴിയുമ്പോൾ ഭാഷാം ഷാജി ഇത് പറയൂട്ടാണ്. അപ്പം ഇങ്ങനെ മൊത്തം നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഗ്രിപ്പ് പോയി. പക്ഷേ ഒറ്റ ടേക്കിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു പ്രസംഗത്തിൻ്റെ മൂടി പറയാൻ പറഞ്ഞു യാത്രയപ്പോൾ. അപ്പം അത് പറഞ്ഞപ്പോൾ ഇക്ക നമുക്ക് പറഞ്ഞാണ് കറക്റ്റ്. അത് ഒരു 10 പേരോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കണം. പ്രസംഗം പോലെ, ആശംസാ പ്രസംഗം പോലെ വന്ന് ചെയ്തതിന് ഓക്കെ ആയി. അപ്പോഴും എൻ്റെ മൈൻഡിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മമ്മൂക്കല്ലേ, രാജേഷ് പ്രഭുവില. ഞാൻ അങ്ങനെ കണ്ടിട്ട് അത് മൈൻഡ് വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആ ഇൻ്റർവ്യൂ ചെയ്ത ആ കുട്ടീനോട് പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാൾ പ്രാങ്ക് ചെയ്യണമെന്ന് മനസ്സിലാവണമെങ്കിൽ ക്രൂവിനെ ശ്രദ്ധിച്ചാൽ എന്ന് പറഞ്ഞു. ഒന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കിയാൽ റിയൽ ആണെങ്കിൽ ക്രൂ അപ്പരപ്പേ ആവും. അതല്ലെങ്കിൽ അവർ സൈലൻ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി അത് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് ഈടെ പറ്റിയതാണല്ലോ അല്ല, അവര് പറഞ്ഞിട്ടല്ലേ? അവര് പറഞ്ഞിട്ട് ചാനൽ പറഞ്ഞിട്ട്
ഓക്കെ ഓക്കെ. അതിങ്ങനെ തളർന്ന് പോകണം. അപ്പോൾ രസാവട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്താ, പക്ഷെ കുട്ടി കരയുമെന്ന് ഓർത്തില്ല. കരച്ചിലെന്ന് പറഞ്ഞാൽ എമ്മാതിരി കരച്ചില. ഞാൻ കാല് ഒട്ടും ഒഴില്ല, ബാക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറഞ്ഞ്. ഞാൻ ചിലർക്ക് സംഭവിച്ചു ഞാൻ വന്നിവിടെ പറയും, എനിക്ക് വിഷമായി പോയെന്ന് പറയും ഞാൻ. എല്ലാം പറയാറുണ്ടല്ലോ അല്ലേ. നിങ്ങൾ ശരിക്കും ലവ് മാരേജ് ആയിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു ഒരു ഡാൻസ് സ്കൂളിൽ വെച്ച് തുടങ്ങിയതും, പക്ഷെ ആ മാരേജ് കഴിഞ്ഞോട് ആ ഡാൻസ് സ്കൂൾ പൂട്ടി പോവുകയും ചെയ്തു എന്ന് ഞാൻ കത്തിച്ചു കളഞ്ഞു. അല്ലാതെ അങ്ങനത്തെ കുരുത്തക്കേടെല്ലാം ഇന്നലെ ഞങ്ങള് പഠിപ്പിച്ച പിള്ളേരെ കണ്ടായിരുന്നു. ഇന്നലെ വന്നേക്കാം. എനിക്ക് അവിടെ ഒരു പ്രൈസ് കൊടുക്കണമായിരുന്നു, സമ്മാനദാനം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളാ. അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ എന്താ അമ്മയുടെ പേരെന്നാ, അമ്മയുടെ പേര് ഇത്, എല്ലാവരും അച്ഛൻ്റെ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസിന്റെ മക്കളായിരുന്നു എല്ലാവരും. അത് വലിയ സന്തോഷമായി. കാരണം അവരെങ്കിലും നമ്മളെ കണ്ടിട്ട് ചിരിച്ചെല്ലാം നോക്കിട്ട്. അന്ന് പ്രശ്നം ഉണ്ടായത് മുഴുവൻ ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവര് കൂടെ വന്നിട്ടാണ് ഈ ആളെ പൊക്കി പോകുന്നത്. ഇവിടെ അങ്ങോട്ടേക്ക് അവിടുന്ന് ഇയാളുടെ വീട്ടിൽ വന്ന് വിളിച്ചത് ഞാനല്ല, ശരിക്കും അവരെ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ കയറ്റിയത്. ഞാൻ പിന്നെ വന്ന് കയറി. ധൈര്യം കുറവായിരുന്നു. ഇല്ല, കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവരെ പ്ലാൻ ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് ഇരുത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ വീട്ടുകാർ തല്ലൂലേ. ഇവിടുന്ന് ഇവരുടെ വീട്ടുകാരൊക്കെ ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അമ്മ തല ഇറങ്ങി വീഴുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പിള്ളേരെ തല്ലി. ഇപ്പോൾ പെൺപിള്ളേർ പറഞ്ഞ് അവന്മാരും കൂടി വന്നാലേ പറയാൻ പറ്റുള്ളൂ. അവന്മാർ വന്നപ്പോൾ ഒരു ഒന്നിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു വീട്ടിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അതല്ല 21 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര ഉള്ളൊരു ഇതും ഒരു കിടുതാപ്പ്. എന്താ അതിൻ്റെ പേര്? അല്ല പാവാട അല്ലേ? മിടി. ഒരു കുഞ്ഞ് ടീഷർട്ട് ഇട്ടിട്ടാ വന്നേക്കുക എൻ്റെ കൂടെ. അപ്പൊ അവൻ്റെ അമ്മ ചോദിച്ചു ഇതാരാ, ഞാൻ വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞപ്പോ അമ്മ ഇരുന്നതായത്തേക്ക്. ഡിഗ്രി കഴിഞ്ഞ പ്രായമുള്ളൂ. ഡിഗ്രി ആയിട്ടില്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആർവിയില്. അപ്പൊ അതൊക്കെ കൊണ്ട് പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ കല്യാണം ഞാൻ വിളിച്ചിട്ട് ആ കുട്ടികൾ മൊത്തം ഞങ്ങളുടെ കല്യാണത്തിന് അവർക്ക് വേണ്ടിയാണ് ബസ് ഇട്ടതും ഇങ്ങോട്ട് വരാനും ഒക്കെ. ഓ, അതിന് വേണ്ടി. എൻ്റെ ആ ഡാൻസ് സ്കൂൾ അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയായിരുന്നു? അതില്ല, നമ്മളെ ചേട്ടന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ക്ലാസ്. അത് പിന്നെ അങ്ങ് ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റുന്ന കുഴപ്പമില്ല. ഞാൻ നിർത്തിയതാ. ഇപ്പോഴും ചെല്ലാത്തതിനെ വഴക്കുള്ളൂ. അങ്ങോട്ടേക്ക് പോകാത്തതിന്റെ പ്രശ്നമുള്ളതല്ലേ. ഇപ്പൊ ഇന്നലെ 2 പ്രാവശ്യം എന്നെ വിളിച്ചായിരുന്നു, നമ്മൾ പോയിട്ട് കയറിയില്ല. അതാണ് അതങ്ങനെ കൂട്ടിക്കെട്ടി. പിന്നെ ഞങ്ങള് പിന്നെ എപ്പോഴും ചെല്ലും. ഇന്നലെ രശ്മി കാറിലിരിക്കുകയായിരുന്നു. അപ്പത്തേനും ആ കുട്ടികൾ മോളിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് നേരെ എൻ്റെ കൂടെ വന്ന് കണ്ട് ഞങ്ങളെ അറിയുവാന്നൊക്കെ മനസ്സിലാവണല്ലോ. പിള്ളേരെ വലിയ പിള്ളേരായില്ല, അവർക്ക് മക്കളായി. അപ്പൊ കണ്ടാൽ നമ്മളറിയാനാ അല്ലേ. അടിപൊളി. അതുപോലെ തന്നെ ഇപ്പൊ പഴയ വീട്ടിലെയൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും അതല്ലാതെ തന്നെ സാക്ഷരനെ അറിയാവുന്നവർക്ക് അറിയാം, ഒരുപാട് അല്ലേ കിളികള്, ഒരു പെറ്റ് ലവറാണ് രണ്ടുപേരും. അതായത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാ. അതായത് എത്ര ആൾക്കാരുണ്ടെങ്കിലും അവരെ ഒരുമിച്ച് ഫുഡൊക്കെ കൊടുത്ത് ഹാപ്പിയാക്കി സ്വന്തം മക്കളെ പോലെ പ്രണയിച്ച് അല്ല. ഞങ്ങള് രാവിലെ ഇദ്ദേഹം ഇത് എനിക്ക് ചായ തരില്ല, നേരെ ഡോറും തുറന്ന് ഇവിടെ പോയി എല്ലാ കൂട്ടിലും കയറി എല്ലാവരും നോക്കി അവരുടെ കിന്നാരം പറഞ്ഞിട്ടൊക്കെ വന്നിട്ടാണ് എനിക്ക് ചായ എടുക്കുന്നത്. എനിക്ക് ചായ എടുത്തിട്ടുണ്ടെന്ന് ഞാനത് കുടിക്കൂല. ഞാൻ എണീറ്റ് വഴി തന്നെ നേരെ പോയി ഇവരെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനത് കഴിക്കൂല. ഇപ്പൊ ഞാൻ സ്ഥലത്തില്ലെങ്കിൽ ഒറ്റക്കാണെന്നുള്ള ഫീലില്ലെന്ന് അവരെല്ലാരും ഉള്ളപ്പോഴായിരുന്നു. ഇങ്ങനെ ആശുപത്രി കിടക്കുന്ന സമയത്തല്ലേ എല്ലാരും കയറ്റി ഞാൻ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ നോക്കുമ്പോ ആശുപത്രി നല്ല അടുക്കളയുടെ അവിടെ വന്ന് ഇരിക്കുക, ഇങ്ങനെ കൂടൊക്കെ കാലിയായിട്ട് കിടക്കുക. ഞങ്ങളുടെ പ്രാവ്, പിന്നെ ഇത് എന്താണ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. എല്ലാം ഒരു കുതിരയെ നമ്മള് കൊടുത്തിട്ട് അത് മറ്റേ ബീച്ചിൽ വെച്ച് അതിനെ നിങ്ങക്ക് തിരിച്ച് കണ്ടല്ലേ, അതിനെ മറ്റേ പൈസ വെച്ചോ. അവനെന്താന്നുണ്ട് ഈ ചെക്കന് ഞങ്ങളുടെ കൂടെ നിന്ന് ഇതിനെയൊക്കെ നോക്കണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മോനെ നീ പഠിപ്പുള്ള ചെക്കനല്ലേ. ശരി, ഈ കുതിര മേടിക്കാൻ വന്ന ആള്. അല്ല, അപ്പൻ ഇങ്ങനെ വന്ന് അപ്പൊ പറഞ്ഞു നീ പഠിപ്പുള്ളല്ലേ, നീ എന്തെങ്കിലും ജോലി നോക്കി ഇതിന്റെയൊക്കെ പുറകെ നടന്നിട്ട് ഞാൻ എന്ത് നിനക്ക് തരാൻ പറ്റും, ഞാൻ തന്നെ റോട്ടിൽ നിന്ന് പറിക്കണ്ട നിങ്ങളെ വന്നത്. ഒക്കെ പറയില്ലാട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇതൊക്കെ അവന് അടിമാലിന്നോ അവൻ അവിടെ നിന്ന് സ്കൂട്ടറിന് വന്ന് ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ വീർത്തിരിക്കണ്. ഞാൻ എന്ത് പറ്റിട്ടാന്ന് ചോദിച്ചു. ഞാൻ വണ്ടിയിൽ നിന്നൊന്ന് വീണ് കേട്ടാന്ന് പറഞ്ഞു. നീ കൈ അനക്കണ്ട, രാവിലെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒടിഞ്ഞായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇവന് ഇവിടെ നിന്ന് ഞാൻ ടാക്സി അറേഞ്ച് ചെയ്തിട്ട് അടിമാലിക്ക് ഇവനെ കയറ്റി വിട്ട് 2 വീലർ ഇവിടെ നോട്ട് നമുക്ക് പിന്നെ കൊണ്ടുപോകുന്നത്. അത്ര ഇഷ്ടമുള്ളവനായതുകൊണ്ടാണ് ഞങ്ങളത് കൊടുത്തത് അല്ലേ. കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തിന് മേലായിരുന്നു. ബീച്ചിൽ ചെന്നപ്പോഴത്തേക്ക് നടക്കണ ഞാൻ. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ റാണീനെ പോലെ ഇരിക്കണല്ലോ. അപ്പം അത് കേട്ടത് ഓണർ പറയാം നിങ്ങളുടെ റാണി തന്നെ ഇതെന്ന്. റാണിയുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വെള്ളം
കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ഇങ്ങനെ അടുക്കളയിൽ വന്ന് അരിയും ചാക്കിൽ വരും. തുറന്നു വിട്ട് അറിഞ്ഞില്ലെങ്കിൽ കയറി അരി തിന്നാൻ തുടങ്ങിയ തള്ളിയ നീങ്ങൂല നമ്മൾ. എന്ത് ചെയ്യാൻ പറ്റില്ല. നല്ല സ്നേഹമായിരുന്നു. അതിനെ നോക്കിയ ആള് ഇവിടെ ഇപ്പൊ ഉണ്ട്. അവിടെ കിടക്കണം. അവനെ അറിഞ്ഞിട്ടില്ല ഇത്. എല്ലാവരെയും കണ്ണെന്ന് ഒഴുകണമല്ല നമ്മളൊക്കെ. നിങ്ങളെ കണ്ട ഉടനെ മനസ്സിലായല്ലേ? ഭയങ്കര അനക്കം കിടന്നുണ്ട് ഇവിടെയൊക്കെ കുഴിഞ്ഞിട്ട്. അയ്യോ, പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആയിരുന്നു. അതൊരു ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ കിടന്ന്. പിന്നെ അവരെല്ലാരും കൂടി സമാധാനിപ്പിച്ച് കൊടുത്തത്. ആ ചെക്കന്റെ നമ്പർ അന്നേരം കിട്ടിയായിരുന്നു. എന്താ വിളിക്കണെന്ന് ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോ മെസ്സേജ് അയച്ചപ്പോ ഞാൻ ചോദിച്ചു എന്ത് പണിയാ കാണിച്ച മോനെ, അതെങ്ങനെ ചെയ്യണം ശരിയാണെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്ത് പറയാൻ, അതിനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങളെ കുതിരനെ കണ്ടു, റാണീനെ കണ്ടു, അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയോ? അപ്പൊ എങ്ങനെ അവിടുന്ന് പിന്നെ പോയ ഒരു സിറ്റി അതെങ്ങനെ? ഞങ്ങള് ജസ്റ്റ് ബീച്ച് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞങ്ങൾ 9:30 ആയപ്പോഴാണ് പോകുന്നു അവിടെ നിന്ന്. ഇത് അവളെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇയാൾ അങ്ങോട്ട് പോകും. അല്ല, അവര് അതിനെ വെച്ചിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കും. അപ്പൊ ഓരോ പിള്ളേരൊക്കെ വരുമ്പോ അതിന്റെ മേളിൽ കയറ്റും, അതിനിങ്ങനെ റൗണ്ട് ചെയ്യിക്കും. അപ്പൊ അത് കാണുമ്പോ ഭയങ്കര വിഷമായിരുന്നു. എന്നെ എന്നിട്ട് ഇവര് പിടിച്ചു വലിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നത്. കുറെ നേരം നോക്കി നിന്ന് കഴിയുമ്പോഴത്തേക്കേ ഓരോരുത്തർ വരുമ്പോ അതിന്റെ വിഷമം കാണണം ഇങ്ങനെ മേളിൽ കയറുമ്പോ. അപ്പൊ അവര് പറഞ്ഞ ഗർഭിണിയാവുമ്പോഴത്തേനും അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എങ്ങനെ അല്ലേ? പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് എടുക്കാൻ തോന്നിയായിരുന്നു ആ സമയത്ത്? ഞാൻ ചോദിച്ചു. തിരിച്ചെടുക്കാൻ തോന്നി, പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് പറ്റൂലല്ലോ. അല്ല, പിന്നെ നമ്മളെ അടുത്ത് അവര് അത് പ്രഗ്നന്റ് ആയിരിക്കൊണ്ട് അവർ കൊടുക്കൂല. അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ പൈസ കൂടുതൽ ഓഫർ ചെയ്താൽ ചിലപ്പോൾ നന്നായിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് സാഹചര്യം ഇല്ല. പിന്നെ നമ്മളത് ഒഴിവാക്കണ പോലെ ആയി പോകും. കൊണ്ടുവന്നിട്ട് പിന്നെ ഒരാളെ ഏൽപ്പിക്കുമ്പോഴേ അബാൻഡൻഡ് ആയിട്ട് പോകും. പിന്നെ വേറെ പേളി ഉണ്ടായിരുന്നു. പേളീനെ കൊടുത്തത് മൂവാറ്റുപുഴ. ഒരാൾ ഇതുപോലെ എനിക്ക് തന്നേക്കുന്നവന് വന്ന് അവസാനം മാറാറായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി കൊടുക്കണമല്ലോ. ആ സമയപ്പോൾ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് എന്നെ വേറൊരാൾ വിളിച്ച്, ചേട്ടൻ്റെ കുതിര എൻ്റെ അടുത്ത് ഉണ്ടിട്ടാന്ന് തന്നെ. ആ ഒരു കമ്പം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്നേ. അതാണ് ആദ്യത്തെ ആ ഒരു ചൂട് മാത്രമേ ഉള്ളൂ. നമ്മളാ ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും പെറ്റ്സിനെ വാങ്ങിക്കും. അപ്പം നല്ല ക്യൂട്ടാണുള്ളത്. ലാബിൻ്റെ പപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ നല്ല ക്യൂട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ വളർന്നു മാറും. ആദ്യം സ്നേഹമാകും. പിന്നെ പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ശല്യമായി കൊണ്ടേ കളയും. ഞങ്ങൾ എത്ര എടുത്തുകൊണ്ട് വന്നിട്ട് നന്നാക്കി അസുഖമൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനലിൽ കമൻറ്റ് ചെയ്യും, ഞങ്ങൾക്ക് തന്നേക്കുമെന്ന് ചോദിക്കും. ജെന്യുവൻ ആയിട്ടുള്ള. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കും. എല്ലാ ഒന്നിനും പൈസ മേടിക്കാതെ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തത് എല്ലാവരും. ഓക്കെ. പിന്നെ ആൾക്കാർ അങ്ങനെയാണ്. എത്തേണ്ട കറക്റ്റ് ആൾക്കാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ. ഫൈനലായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ലൈഫിൽ ഇപ്പം ഇത്രയും ടൈമിൽ ഏറ്റവും കൂടുതൽ വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം, അതിപ്പോഴും ഓർക്കുമ്പം ആ ഒരു ഡേ ആയിരിക്കാം, ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും. കല്യാണം കഴിഞ്ഞ ഡേ അതല്ലാതെ ഞാൻ ചോദിക്കാം, നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയ ടൈം തൊട്ട്. എൻ്റെ ഒരു ദിവസം ഉണ്ട്, അത് ഞാൻ പറയാം. എച്ചൻ്റെ ദിവസം പറയാം. അതങ്ങനെ ഓരോരോ ദിവസം ഉണ്ടാവാം. അന്ന് പറഞ്ഞു നോക്കട്ടെ. അത് തന്നെയാണ് ഇവർക്കൊരു കാർഡ് കൊടുക്കായിരുന്നു. എന്താ പറയാ, അല്ല പറ, ഒരു നല്ല ദിവസം പറ. എനിക്കെല്ലാം നല്ല ദിവസമായിട്ട് തോന്നി. അല്ല, നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് തന്നെയാണോ ഉദ്ദേശിച്ചത് നമുക്കറിയാം. ഏറ്റവും നമ്മുടെ ലൈഫ് ചേഞ്ച് ആയത് എങ്ങനെയാന്ന് ക്ലൂ കൊടുക്കല്ലേ? ഇതിലേക്ക് പോയതായിരിക്കുള്ളൂ ചാനൽ. എന്താ ചേട്ടൻ്റെ പ്രസാദേട്ടൻ്റെ ടീമില്. അതൊന്നും അല്ല. അവിടെയൊക്കെ ടേണിംഗ് പോയിന്റ് അല്ല, നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു, നമ്മൾ സന്തോഷിച്ചത് ദിവസം. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ആ മോതിരം കളഞ്ഞു കിട്ടിയ ദിവസമായിരിക്കും. അതും അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ചേഞ്ച് ആയ ദിവസം ഏതാണ്? അത് കോമഡി ഫെസ്റ്റിവലില് പ്രൈസ് കിട്ടിയത്. അതിനേക്കാളും മുമ്പുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടല്ലോ, ചെറുതല്ല. ഞങ്ങൾക്കത് അത് ശരിയാണ്. ഞങ്ങളൊരു വേറൊരു വീട് വെച്ചായിരുന്നു ഈ ഇവരുടെ സ്ഥലത്ത് തന്നെ. ഒരു സെന്റിനകത്ത് ഒരു വീട് വെച്ചായിരുന്നു. ഒരു സെന്റില് ഇങ്ങനെ ബാലരമേലെ കുട്ടത്തിന്റെ ഓട്ടോ പോലെ ഇങ്ങനെ മുകളിലേക്ക് 2 സെന്റിൽ വീട് വെച്ചു. അതിപ്പോഴും ഉണ്ട് അവിടെ. അപ്പൊ അതിനകത്ത് ഞങ്ങൾ രാത്രി അത് ഈ കിട്ടണത് 500, 600, 2 ചാക്ക് സിമെന്റ് എടുക്കും, 1 ചാക്ക് സിമെന്റ് എടുക്കും, പണിക്കാശ് നാളെ തരാന്ന് പറയും. അങ്ങനെയൊക്കെ ചെയ്യിച്ചാണ് വീട് തീർത്തത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം താമസിക്കണം അല്ലേ ചു. ഫസ്റ്റ് ദിവസം കിടക്കുക, ജനലൊന്നുമില്ല. ജനലുണ്ട്, അതിന് ചട്ടം ഒന്നും പിടിപ്പിച്ചിട്ടില്ല, കറണ്ട് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോ ചന്ദ്രൻ എല്ലാ ദിവസവും പൂർണ്ണയും തന്നെ കണ്ടു കിടന്ന് ഉറങ്ങാല്ലേ ഇതൊക്കെ പറഞ്ഞ് കിടക്കുമ്പോ
കാറ്റും മഴയും വന്നിട്ട് കട്ടിലും പായും മടക്കി കണ്ട് ഓടി ആദ്യത്തെ ദിവസം തന്നെ. എന്റെ പൊന്നേ. ആ ഒരു ഉറക്കം വന്നില്ല. ഇത് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ മഴ. ജനലൊന്നുമില്ല ഇവിടെ, ജനലിന് ഇതില്ല, ഒരു ജനലിനും ഇല്ല. എല്ലാത്തിനും വെള്ളം അടിച്ച് കയറിയിട്ടേ കട്ടിലും ചരിച്ചു വെച്ച് പായു കൊടുത്തിട്ട് ഓടി അപ്പുറത്തെ വീട്ടിലേക്ക്. അത്ര സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അല്ലേ? വൃത്തിയില്ലാത്ത ദിവസം അല്ലേ? ഇത് ഇപ്പൊ ഇത് പറഞ്ഞായിരുന്നില്ലേ ജോത്സ്യം ഇത് പറഞ്ഞപ്പോ ഇന്ന ദിവസം കയറണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ആ ദിവസം എന്തോ വർക്കുണ്ട്, ആ ദിവസം മോശം നമുക്കെന്ന് പറഞ്ഞു കേറാൻ, വീട് കയറി താമസിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു അത് മോശമാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്റെ സമയത്തിന് പറ്റണ അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. തിരക്കുണ്ടായിട്ടല്ല, അത്യാവശ്യം പൈസ ചിലവുള്ളതല്ലേ, അപ്പൊ എല്ലാം ഒന്ന് ഒപ്പിക്കണ്ടേ. ഞാനത് പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പുള്ളി ഹോമം ചെയ്തിട്ട് കൈയൊക്കെ കുടയണം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ദിവസം നല്ലതാന്നുള്ളത്. പക്ഷെ എനിക്ക് കൈ ഇതായി പോകണമെന്നൊക്കെ ഭയങ്കര. അയ്യോ, അരമണിക്കൂറില്ല കുഴപ്പമില്ല. അത് ചെയ്തിട്ട് എനിക്ക് പോയി. പിന്നെ വേറെ അത് പറയാൻ പറ്റില്ല, നമ്മളെ കളിയാക്കണ പോലെയാവും. കളിയാക്കിയതല്ല, പക്ഷെ നമുക്ക് അറിയാം എല്ലാം. കുഴപ്പമില്ലായിരുന്നല്ലോ. ഇല്ലല്ല, അല്ല ഫസ്റ്റ് ദിവസം തന്നെ ഇടിയും പെട്ടി മഴയില്ലായിരുന്നു. അത്ര ഐശ്വര്യം വേറെ ഉണ്ടാ. ആദ്യത്തെ ദിവസം തന്നെ നല്ല ഇടിയും മഴയായിരുന്നു അല്ലേ? ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ മോതിരം, അത് മോതിരം തിരിച്ചു കിട്ടിയ? ഇല്ല, കളഞ്ഞു കിട്ടിയ. ഞാൻ ഈ ഒറ്റമുറി വാട്ട താമസിക്കുമ്പോഴത്തേക്ക് അരി മേടിക്കാനും ഒന്നും ആവൃത്തി ഇല്ലാണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പോകുമ്പോ എനിക്ക് കളഞ്ഞു കിട്ടിയൊരു മോതിരം റൂട്ടിൽ. അത് കൊടുത്തിട്ടാണ് സ്റ്റൗ മേടിക്കുന്നത്. കുറച്ച് ദിവസം വെച്ച് ഞങ്ങളവിടെ ആരെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അത് ആരും ഇല്ലാണ്ടായപ്പോഴത്തേക്കാണ് മണ്ണെണ്ണ സ്റ്റൗ ഇല്ലേ അത് മേടിക്കണം, അരി മേടിക്കുന്നതും പച്ചക്കറി മേടിക്കണം, പ്ലേറ്റ് മേടിക്കണൊക്കെ അമ്മ എല്ലാം കൊണ്ടും അല്ലേ? അതൊരു സന്തോഷമല്ല, സങ്കടവും ഉണ്ട്. ആരുടെയാണെന്ന് അറിയില്ലല്ലോ. ശരിയാ, അവർക്ക് സങ്കടം, നമുക്ക് സന്തോഷവും. എടുത്തിട്ട് മണ്ണും കൂട്ടി പിടിച്ചിട്ട് എന്താക്കണം, മണ്ണ് ആ എടുത്ത മണ്ണ് കൊടുക്കൊണ്ട് ഞാൻ എനിക്ക് പേടിയായിട്ടും പെയ്യും. ഓ, ഇത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു കിട്ടിയപ്പോ അല്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം വീട് കൊടുത്തു. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിലാണ് അല്ലേ? ഇത് നമ്മളുടെ ഓൺ വാടകയ്ക്കുള്ള ഫ്ലാറ്റ്. അതെ, വളരെ മനോഹരമായിട്ടുള്ള അല്ലേ, ഒരു ക്യൂട്ട് നമ്മുടെ സ്വന്തം ഫ്ലാറ്റാണ്. മാസം മാസം വാടക കൊടുത്താൽ മതി. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലാറ്റ്. നല്ല നല്ല സമാധാനവും ശാന്തി എല്ലാം നിറഞ്ഞൊരു. പിന്നെ സമാധാനം ഉണ്ടാകുന്ന എന്തോരം ആൾക്കാരെ രശ്മി പിടിച്ചറിയാമോ? ശരിയാട്ടോ. നിങ്ങൾ അറിയാത്ത ഒരു ആളും കൂടി അവിടെ ഇരിക്കണുണ്ടോ? ഈ കോർണറിൽ വേറെ രണ്ടുപേരും കൊണ്ട് ഇരിപ്പുണ്ടല്ലേ? ശരിയാ, എല്ലാവരും ഉണ്ട്. അത് ഇസ്രായേലിലുള്ളൊരു ചേച്ചി അവിടെ നിന്ന് അയച്ചു തന്ന മാതാവാ. ഷോസിന് ആൾക്കാർ വിളിക്കാറുണ്ടാവില്ല, അതെങ്ങനെയാ ഷോസിന്റെ കാര്യങ്ങൾ? ഓ, ഇപ്പൊ കാണാനാ വിളിക്കുന്ന ഷോ. അല്ല, ഇപ്പം മറ്റേ മുഖ്യാതിഥിയായിട്ടുള്ള വിളിയുണ്ടല്ലോ ഷോയിൽ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരിക എന്നുള്ളൊരു. അല്ല, ഷോയിലല്ല. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഫംഗ്ഷന് ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മള് ആദ്യം പ്രസംഗിക്കുന്ന ആൾ പറയും എന്നെ പോലെ നമ്മളെ ഷാജി വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം പുള്ളിയുടെ പരിപാടി കാണാനേ ഇരിക്കണം. അപ്പൊ ഞാൻ പരിപാടിയാ ഞാൻ വരാനല്ലേ പറഞ്ഞു. വിളിക്കുന്നത് 10 മിനിറ്റ് വന്നാൽ 10 ജസ്റ്റ് ഞാൻ കണ്ടിട്ട് സമ്മാനം കൊടുക്കാൻ പോകത്തുള്ളൂ. എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും അങ്ങോട്ട്. അതാണ് അടുത്ത ആളും പറയും ഞാൻ നിർത്തുവാണ്, കാരണം ഭക്ഷണം ഷാജിയുടെ പരിപാടിയാണ് എല്ലാവർക്കും കാണേണ്ടത്, വെയിറ്റ് ചെയ്യാനിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ പരിപാടിക്ക് ഞാൻ ഒറ്റക്ക് പരിപാടി ചെയ്യാറില്ല, പരിപാടി ചെയ്യണമെങ്കിൽ കുറച്ച് പേരെ കൂടി ഉണ്ടാവും, അതൊരു 3-4 ലക്ഷം രൂപ ഉണ്ടാവും. അതിപ്പോ അടുത്ത പ്രാവശ്യം സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ്. പുള്ളിനെ തന്നെ പറഞ്ഞു ഞാൻ അടുത്ത പ്രാവശ്യം സ്പോൺസർ അഡ്വാൻസ് അടിച്ച് പരിപാടി കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പുള്ളിക്ക് എന്തായാലും കുച്ചാല. ഇതും നൈസായിട്ട് ഇനാഗ്രേഷൻ വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യേ എന്ന് പറയുമായിരിക്കും. അത് പറയും അല്ലേ? ഞാൻ സിംഗിൾ ആയിട്ടൊന്നും ചെയ്യില്ല, വൺ മാൻ ഷോ ചെയ്യാത്ത ആയതുകൊണ്ട് പറഞ്ഞു പോരും. അല്ലെങ്കിൽ വല്ല പാട്ടൊക്കെ പാടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോരും. പിന്നെ എല്ലാം ഇപ്പൊ എന്ത് വിളിച്ചാലും നമ്മളോട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്കറിയാം, അത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ എനിക്കറിയാം. ഞാൻ എൻ്റെ പയ്യനോടും പറയും വണ്ടിക്കാശ് പോലും മേടിക്കണ്ടെന്ന് പറയും. പൈസ ഒന്നും നമുക്ക് തരില്ല ഉദ്ഘാടനത്തിന് പോയാൽ. അപ്പൊ അവരാകെ പൈസ അങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളുടെ എന്ത് ബഡ്ജറ്റ് ഉണ്ട് അങ്ങനെ അത് തരും. കൂടി വന്നാൽ 30,000 രൂപ, 10-15 അങ്ങനെയൊക്കെ. അത് നമ്മളിപ്പോൾ എടുത്ത് കോഴിക്കോട് പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയിട്ട് കൊയിലാണ്ടിയില്ല പോയിട്ട് ഈ പറഞ്ഞ പോലെ 30,000 രൂപ ഇവിടുന്ന് വണ്ടി ഓടിക്കണം, പയ്യനെ പൈസ കൊടുക്കണം, വണ്ടി ഡീസൽ ഓടിക്കണം. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ പെയിന്റ് കടയെ ഞാൻ കണ്ട് ആ സൈഡിൽ നിന്നിട്ട് ആ ചേച്ചിയുടെ വളൂരി മേടിക്കണത് പുള്ളി ഓണർ. അപ്പൊ ഞാൻ പയ്യനോട് പറഞ്ഞു ടി എ മേടിക്കണ്ടെട്ടാന്ന് പറഞ്ഞു. ഒന്നും തന്നെ ടി എ മാത്രമേ ഉള്ളൂ മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പൈസ കൊണ്ട് പോകുമ്പോൾ ചേട്ടാ വേണ്ടെന്ന ചേട്ടൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. അല്ലല്ല വെച്ച് വെച്ച് നോക്കുന്നു.
അപ്പം അത് ആ സ്ഥാപനം തുടങ്ങുന്ന സമയമാകുമ്പോൾ അവർ അട്ടപ്പടലം പൊട്ടിയിരിക്കും. തീർച്ചയായിട്ടും. അല്ലെ പിന്നെ വലിയ കോർപ്പറേറ്റ്സ് എന്തെങ്കിലും ആണെങ്കിൽ അല്ല ജുവലറി ഒക്കെയാണ് നമ്മളെ വിളിക്കൂല്ലല്ലോ. അതെ. ജുവലറി എന്ന് പറയുമ്പോഴത്തേക്ക് ഭാഷാം ഷാജിന് ജുവലറി കൊണ്ടുവന്നിട്ട് ആര് കാണാൻ. എന്തായാലും ഈ പറയുന്ന പോലെ ഈ ഒരു സന്തോഷം ഭയങ്കരം തന്നെയാണ്. ഈ ആ ഒരു ഇവിടുന്ന് നമ്മൾ കുറെ ഇയേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണല്ലോ, അതിലൊരുപാട് സന്തോഷം. അടിപൊളിയാവട്ടെ. ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് സാജു ചേട്ടൻ. ഈ പേര് മറന്നു പോയല്ലോ എല്ലാവരും. സാജു നവോദയ പേര് ഇപ്പൊ ആരും വിളിക്കാറുണ്ടോ? വളരെ വിരളമല്ലേ ഉള്ളൂ. ഈ പാഷാണം ചേട്ടാന്ന് വിളിക്കുള്ളൂ, പാഷാണം അത് വിളിക്കുള്ളൂ അല്ലേ? പിന്നെ അല്ല ഞാൻ തന്നെ തിരിഞ്ഞു നോക്കൂല സാജു എന്ന് വിളിച്ചാ അല്ലേ. ആണോ? ഞാൻ കണ്ടിട്ടുണ്ട് ഷോയ്ക്കൊക്കെ മറ്റേ ആങ്കറൊക്കെ വന്നിട്ട് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഇൻവൈറ്റ് പാഷാണം ഷാജി ഓൺ ദ സ്റ്റേജ്. അങ്ങനെ ആയല്ലോ. അതെ അതെ അതെ. പക്ഷേ എന്താ അറിയാമോ, എല്ലാം ഒരു ടൈമുണ്ട്. ഒരു ടൈം കഴിയുമ്പോൾ ഒരാൾ വരും, അടുത്തടുത്തടുത്താണ്. ഞാൻ മനോജേട്ടൻ്റെ ഒക്കെ പഠിക്കണം ഇങ്ങനെ വരുന്നുണ്ട്. മനോജ് ഇന്ന ഞാൻ ദുബായ് പോണൊക്കെ മനോജൻ്റെ കൂടെ ആദ്യമായിട്ട് പോണത്, മനോജനെ കൊണ്ടുപോണത്. അപ്പോഴൊക്കെ മനോജേട്ടൻ വരുമ്പോഴത്തേക്ക് ഒരു ഓളം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞ് ഞാനും മനോജ് ചേട്ടനും കൂടി ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ വേറൊരു ഇത് അടുത്ത ആൾ വരും. എല്ലാം ഇങ്ങനെ അതെ അതെ അതെ. അപ്പൊ ഒരുപാട് സന്തോഷം. ഇതുപോലെ തന്നെ ഹാപ്പി ആവട്ടെ. നമുക്ക് ഇടയ്ക്ക് എന്തായാലും നമുക്ക് സ്നൂക്കർ കളിക്കാൻ തീർച്ചയായിട്ടും തോന്നുന്നതായിരിക്കും. അതുപോലെ ക്രിക്കറ്റ് മാത്രം. ഇവരുടെ വിചാരം അത് ബാറൊന്നും ഒരു സൈഡിലെ വേണേ. നമ്മൾ ഇത് സ്നൂക്കറിന്റെ പ്ലേസ് മാത്രം അവിടെ വേറെ സെപ്പറേറ്റ്. അതിപ്പോ ഡ്രിങ്ക് കഴിക്കണവരാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കളിക്കുകയും ചെയ്യാം, പോയി കഴിക്കുകയും ചെയ്യാം. ഗ്ലാസ് വെള്ളം കൊടുക്കണ ഏറ്റവും വല്ല പോയി എടുത്തിട്ട് വരുന്നത്. ഞാൻ പോയിട്ട് ഡ്രിങ്ക് അവിടെ നിന്ന് എടുത്തിട്ട് വരുമോ? അത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടല്ലോ. ഇല്ലില്ല, അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അവിടെ അങ്ങനെ ഇതുണ്ട്, ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഞാനും അന്ന് നമ്മള് പോയപ്പോ കണ്ടല്ലോ, തൊപ്പിയൊക്കെ വെച്ച് പിള്ളേര് വന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഇത്രയുള്ളൊരു ഇതുമ്മല് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കണ കണ്ടിട്ടുണ്ട്. കുഞ്ഞു ക്ലാസ്സില് അല്ലേ? അങ്ങനല്ലേ? ജ്യൂസ് പാഷൻ ഫ്രൂട്ട്. എന്നിട്ട് കൂരി തിട്ടത്ത് വെച്ച് ഭക്ഷണവും കഴിക്കും. എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്ത പരിപാടിയില്ല. അവിടെ ഫാമിലി റെസ്റ്റോറന്റ് അതിന്റെ അവിടെ. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം സാജിന്റെ ഫ്രണ്ടിന്റെ വെഡിങ് ആനിവേഴ്സറി, അപ്പൊ അവര് ഞങ്ങൾ ചെലവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു. കഴിക്കണത് അപ്പോ എനിക്ക് നല്ല വെട്ടം. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല വെട്ടം തന്നെ. ഇപ്പൊ എല്ലാവരും, ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ക്യാൻഡിൽ ഡിന്നർ. എല്ലാവരും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഞങ്ങളൊക്കെ കൊച്ചുനാൾ പോലെ ഇതിലിരുന്ന് കഴിച്ചത്. വീട്ടിലിട്ട് കറണ്ടൊന്നും ഇല്ല. ഇത് ഇവർക്ക് ഫാഷനാ. ചട്ടിച്ചോറ് ഇപ്പൊ ഭയങ്കര ഇതല്ലേ ചട്ടിച്ചോറ്. പണ്ട് ചട്ടിക്ക് വേണ്ടി ഇടിയ വീട്ടില്. ഇവിടെ ചെന്ന ഒത്തിരി ചട്ടിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒറ്റ ചട്ടി ഉണ്ടാവുള്ളൂ, പക്ഷെ എല്ലാവരും കൂടി ഇടിയായിരിക്കും. അയ്യോ, പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോ മൂട് കീറി നിക്കറൊക്കെ പൊത്തിപ്പിടിച്ചിട്ടാ പോണ സ്കൂളിൽ. അത് ഫാഷനാ. നമ്മൾ വിട്ട സാധനങ്ങളാ പിള്ളേര് പോയിട്ട് അലക്കണം. അല്ല, അത് മാത്രല്ല, പണ്ട് ചേട്ടന്റെ അച്ഛന്റെ ഷർട്ട് ലൂസ് ഫിറ്റ് ഷർട്ട്, പിന്നെ ഇപ്പം മറ്റേ ഡ്രോപ്പ് ഷോൾഡർ. അന്ന് അച്ഛന്റെ പഴയ ഷർട്ട് സ്കൂളിൽ പോകുമ്പോ ഇത്ര ഉണ്ടാകും. എന്റെ വീട്ടിൽ നിക്കർ തയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 10 പേരാണ്, 10 മക്കള്, 8 ആൺമക്കളാ. അപ്പൊ അച്ഛൻ തുണി എടുത്ത് റോളാണ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഈ കടക്കാരൻ നമ്മളെ കൊണ്ടിട്ട് ഇങ്ങനെ അളവെടുക്കില്ല. ഇതേതവനാ മറ്റേ 6ാമത്തവനാ, ഓക്കെ, ആ ഒരു കട്ടിങ്ങും അണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കും. പോലീസുകാരുടെ പോലെയൊക്കെ വെച്ചിട്ട് പെടറ പാട് കളിയാക്കലും ഉണ്ടാവും. പിന്നെ വരുമ്പോഴേ നമ്മൾ വരുമ്പോ മുറ്റടിക്കണ പോലെ ഈ സാധനം ഇങ്ങനെ പുള്ളിക്കൊരളവുണ്ട്. എനിക്ക് പുള്ളിയുടെ നിക്കറിന്റെ അളവിൽ എല്ലാം അടിച്ചു കൊടുക്കാൻ തോന്നുന്നത്. എന്നിട്ട് മറ്റേ കെട്ടി വെച്ച് ഇങ്ങനെ വലിച്ചു കുത്തി. അന്ന് ഒരു സ്റ്റീലിന്റെ പാട്ട പോലത്തെ ആയിരുന്നു, ഒരു സ്റ്റീലിന്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. നിങ്ങളായപ്പോ സ്റ്റീലിന്റെ തന്നെ, ഞങ്ങളായപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു. അതിന് പ്ലാസ്റ്റിക്കിന്റെ അലുമിനിയത്തിന്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റബ്ബർ ഇട്ടിട്ടാണ്, ബുക്കിൽ റബ്ബർ ഇട്ടിട്ട് ഇങ്ങനെ തോളത്തെ വെക്കുള്ളൂ. ഇങ്ങനെ വെച്ചിട്ടേ പോകുള്ളൂ. ആ ചുമപ്പ് കുറെ കളർ റബ്ബറുണ്ട്, വീതിയുള്ള റബ്ബർ ബാൻഡ്. വീട്ടിലിങ്ങനെ ആക്രി അമ്മ എടുക്കുമായിരുന്നു. അപ്പൊ എല്ലാ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ബുക്ക് മേടിക്കണ്ട, എല്ലാ 5ലുണ്ട് 6ലുണ്ട് 7ലുണ്ട് എല്ലാത്തിലും ബുക്ക് ഉണ്ടാവും. സ്കൂളിൽ നിന്നും എല്ലാം അമ്മക്ക് കൊടുക്കണത്. അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ബുക്ക് ഒരിപ്പം ചേട്ടൻ 9 ഇട്ടായ ആ ബുക്ക് കിട്ടൂല. അതെ അതെ, അങ്ങനെ അപ്പൊ സ്കൂളിൽ നിന്ന് ബുക്ക് ഓൾറെഡി ചേട്ടായിടെ ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അത് ഇച്ചിരി പഴയതുപോലെ ഫീൽ ചെയ്യും, മറ്റവർക്ക് പുതുമണം കാണും. നമ്മളിത് തുറന്നാലേ നമുക്ക് ആ മണം ഫീൽ ചെയ്യുള്ളൂ. എന്നെ സംബന്ധിച്ച്
ഞാൻ പറഞ്ഞിട്ടില്ലേ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എനിക്ക് ഹിന്ദിക്ക് ഇംഗ്ലീഷിന് എല്ലാത്തിനും കൂടി കൂടിയിട്ട് 10 മാർക്ക് കിട്ടിയിട്ടില്ല. എല്ലാ വിഷയമല്ല ഉദ്ദേശിച്ചത്, 5 തൊട്ട് 10 വരെ കൂട്ടിയിട്ട്. എല്ലാത്തിനും കൂടെ 10 മാർക്ക് കൂടുതൽ കൂടിയിട്ടില്ല. അപ്പൊ 10ൽ എങ്ങനെയായിരുന്നു? സ്ട്രെസ് ഉണ്ടായിരുന്നോ? 10 ഒന്നല്ലെങ്കിൽ അവരെനിക്ക് ധർമ്മം തന്നത്. ജയിച്ചത് 10 മാർക്ക് 14 മാർക്കറ്റേ വേണമായിരുന്നു ജയിച്ചത് ഒരു വിഷയത്തിന്. അല്ല ഞാൻ 10 ജയിച്ചതിന്റെ കാര്യം. 10 ജയിച്ചപ്പോൾ മാർക്ക് ഉണ്ടായിരുന്നു, 10 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് അപ്പം പഠിച്ചു, അന്നേരം പഠിച്ചു. അല്ല അന്നേരം പഠിച്ചതല്ല, ഈ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ബുദ്ധിയും ബോധമൊക്കെ വെച്ചു. അപ്പൊ അങ്ങനെ എഴുതിയതാ, അങ്ങനെ പാസ്സായി. 10 നല്ല മാർക്ക് ഉണ്ടായി. ടോട്ടൽ എത്രയെന്ന് ഞാൻ ആലോചിക്കണം. 210 ആയിരിക്കും, അതിൽ കൂടുതലായിരിക്കില്ല. സത്യം പറയാല, അന്ന് മോഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ പാസ് മാർക്ക് തികഞ്ഞില്ലെങ്കിൽ ഇവര് ധർമ്മം കൊടുക്കും മാർക്ക്, മേഴ്സി മാർക്ക്. അതില്ലായിരുന്നു ഞാനൊക്കെ 10 തോറ്റേന്. പക്ഷെ പ്രീ ഡിഗ്രിക്ക് എല്ലാത്തിനും ആയിരുന്നു, എല്ലാ എക്സാമിനും ആബ്സെന്റിന്റെ ആയിരുന്നു. ഒറ്റ പരീക്ഷ എഴുതിയില്ല. അപ്പോഴും ഞാൻ മിമിക്രി മോണാക്ട് തന്നെ നടക്കുകയായിരുന്നു. ഞാനിപ്പോൾ എവിടെ ചെന്നാൽ സ്കൂളിൽ ചെന്ന കുട്ടികളോട് പറഞ്ഞ കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും സ്പോർട്സ് താരാണെങ്കിലും പഠിപ്പുള്ള കലാകാരനാകുക, പഠിപ്പുള്ള സ്പോർട്സ് താരമാകുക. എന്നാലും നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. അല്ലേ പല നമ്മൾ ഇതുകൊണ്ടൊക്കെ എത്ര ഉയരത്തിലെത്താലും ചില സ്ഥലത്ത് നിന്ന് മാറിയിരിക്കും എഡ്യൂക്കേഷൻ. പിന്നെ എയർപോർട്ടിൽ ചെന്നാൽ എന്നെ പിടിച്ചു നിർത്താത്ത എയർപോർട്ടില്ലേ, എല്ലാ എയർപോർട്ടിലും നമ്മൾ തയ്യാറെടുക്കുന്നേ. ഈ ഇവരുടെ ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, തയ്യാറെടുക്കും. അപ്പൊ ഒരു പരിങ്ങൽ ഇവന്മാർക്ക് മനസ്സിലാവും. അപ്പൊ എല്ലാ കൗണ്ടറിൽ നിന്ന് അവന്മാർ കണ്ണുകൊണ്ട് കാണിക്കും. നമ്മളവിടെ അപ്പൊ തന്നെ വേർക്കും, നമ്മൾ പിടിച്ചു മാറ്റി എല്ലാവരും. അമേരിക്കയിൽ അവിടെയും പിടിച്ചു മാറ്റിയിരുത്തി. വീണാമാരും എല്ലാവരും കൂടി കുറെ നേരം അവർ വന്ന് സംസാരിച്ച് മുടിയുടെ സ്റ്റൈലും ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്തോ എന്നെ കണ്ടാ പിടിച്ചു നിർത്തും. ഇപ്പോഴും ഇപ്പൊ UK പോണ്ട്, ജൂലൈ പോണ്ട്, അവിടെ ഇറങ്ങേണ്ട താമസമുള്ളൂ എന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട്. സത്യമായിട്ട് അത് എന്തുകൊണ്ടാന്ന് ഓർത്തിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. എനിക്കൊരു പരവേശമാണ് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്. സംസാരിക്കുന്ന രീതിയൊക്കെ അല്ല, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് കാണിക്കാൻ നമ്മൾ അവിടെ കിടന്ന് ആക്റ്റീവ് ആകുമല്ലോ. അതാണ് വിഷയം എന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു നോക്കണം. ചിലപ്പോ എപ്പോഴും പിടിച്ചു ഞാൻ പറയില്ലേ, എവിടെ നിന്ന് വന്നാലും പറയാം പെണ്ണെ അവിടെ പൊക്കിയിട്ടാന്ന് പറയും. കൊറേ നേരം ഇരുത്തിയിട്ട് ഇവിടെ നിന്ന് ബഹറിനില്ല, അബുദാബിയിൽ രാത്രി 7 മണിക്ക് ഞാൻ ചെന്നിറങ്ങിയിട്ട് എന്നെ അവിടെ നിന്ന് വിടറപ്പോഴാന്നിട്ടേ വെളുപ്പിന് 10 മണിക്ക്, രാവിലെ 10 മണിക്ക് അതുവരെ പിടിച്ചിരുത്തി തന്നെ. എന്നിട്ട് അവർ തിന്നാനൊക്കെ കുറെ കക്ക പോലത്തെ സാധനം കൊണ്ടു തന്നു ഈ അറബികൾ. നമുക്കിത് ചവച്ചായിട്ട് ഇറങ്ങുക, ടെൻഷൻ അടിച്ചിട്ട് ഇത് എവിടെ പിടിച്ചിട്ട് പോകും, എങ്ങോട്ട് കൊണ്ടുപോകണം ഒന്നും അറിയില്ല. അപ്പൊ അത് കാരണം അതൊരു പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ മറ്റേ കള്ളനോട്ടൊക്കെ നോക്കുമ്പോഴേ ആയിരിക്കും അത്. നമ്മളെ എനിക്കൊന്നും മറ്റേ ശ്രീനിവാസൻ ഞാൻ പറഞ്ഞേ, നമ്മൾ ശരിക്കുള്ള അറബിയാണല്ലോ, നമ്മൾ എന്തിനു പേടിക്കണം? ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ചിലപ്പോൾ അന്നേരം എന്നെ കാണുമ്പോൾ തോന്നുന്നത്. ഓട്ടോമാറ്റിക് നമ്മൾ അഭിനയിക്കുവാണോ, അന്നേരം പെട്ടെന്നൊരു നമ്മുടെ ബേസിക് നേച്ചർ മാറുമല്ലോ. പിന്നെ ഞാൻ അമേരിക്ക പോയിട്ട് 2ാം ദിവസം 3ാം ദിവസം വിളിച്ച് ഞാൻ കരഞ്ഞ്. എനിക്ക് തിരിച്ചു പോകുന്നത്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ള ഒന്നും പറ്റുള്ള സാധനങ്ങളല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം അല്ലെന്ന് ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരു മണോ, ഈ മട്ടൻ ബിരിയാണിയുടെ ഒക്കെ മണം ഇല്ലേ. ആദ്യമായിട്ടായിരിക്കും അവിടെയൊക്കെ പോയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്ന റൂമിൽ ഞാൻ മാത്രമോ കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ട് ഞങ്ങള്. അന്നാരാ സായം പള്ളെടുത്ത്, അത് ദുബായിൽ സായം ചേട്ടൻ ഞങ്ങളൊക്കെ കഞ്ഞി വെച്ചിട്ട് അച്ചാറും കഞ്ഞി കുടിച്ചത്. ഇവിടുത്തെ ഇത് കിട്ടാൻ വേണ്ടി ഈ ചൈനീസ് ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് കയറുമ്പോഴും ചമ്പക്കര മാർക്കറ്റിന്റെ മണം അതിൻ്റെ ഉള്ളിൽ. നമുക്ക് പറ്റില്ല, ഇതൊക്കെ ജീവന്റെ തവള അതും ഇതൊക്കെ ഇരിക്കും, എല്ലാം കൂടി പഴം എടുത്ത് അതിനും ഉണ്ടാവും സ്മെല്ല്. ഇതുപോലെ അത് ജയറാമേട്ടൻ്റെ കൂടെ ഷോയ്ക്ക് പോയപ്പോൾ ഇന്തോനേഷ്യ ചെന്നപ്പോഴത്തേക്ക് ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ കൊണ്ട് വലിയ ടേബിൾ ഇങ്ങനെ ഇട്ടിട്ട് അതിലിരുത്ത കോക്കാമ്പിച്ചി ഒന്നുമില്ല, എല്ലാം ഉണ്ട് അതിനകത്ത്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞാനും നോബിയും കൂടി KFC ബുക്ക് ചെയ്ത്, ഇതിൻ്റെ ഇടയിൽ അവരിത് കഴിക്കുമ്പോൾ ഞങ്ങൾ KFC കഴിച്ച് കരിക്കും കഴിച്ചു. പിന്നെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ചില ഭക്ഷണം കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ എല്ലാം കഴിക്കാൻ പറ്റില്ല. ഈ അബുദാബിയിൽ എവിടെ ഞാൻ വന്നെന്ന് സ്പെഷ്യലായിട്ട് ഫുഡ് ഇതിങ്ങനെ തുറങ്ങിയപ്പോൾ ഏതോ മൂത്തന്മാരിരിക്കണ പോലെ ഒരു ആട് അങ്ങനെ തന്നെ എന്നെ നോക്കണമെങ്കിൽ കണ്ടും വെച്ചിട്ട് ഞാൻ പറഞ്ഞ എന്നെ ഹോട്ടലിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഒരു സാധനം തിന്നൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കണമെന്ന് ചില അമ്മമാർ പ്രായമായിട്ട് ഇങ്ങനെ ഇരിക്കില്ല, എല്ലാവരും നോക്കിയിട്ട് അതേപോലെ സൈഡിട്ട് നോക്കിയിട്ട് അവർ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ അവർ ഫാമിലി വന്നിട്ടുണ്ടായി തിന്നില്ല എന്ന്. ഞാൻ അത് കാണുമ്പോ തന്നെ എന്തോ ഒരു വല്ലായ്മ, ഒരു വശപ്പശല്ലേ തോന്നുമ്പോ. എന്നാൽ ഞാൻ 3 നേരം ബീഫ് തിന്ന ആളാ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഹാപ്പി, അടിച്ചു പൊളിക്കുക, അതാണ്.